ഹോണറിൻ്റെ ഹോണർ X7B 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ X7B 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ഹോണർ X7B 5Gയിൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം AMOLED ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റ് ഒന്നും ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 199 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.24 mm ആണ്. ഈ ഒരു ഫോണിൻ്റെ മിഡ് നൈറ്റ് ബ്ലാക്ക്, ക്രിസ്റ്റൽ സിൽവർ അതുപോലെ തന്നെ എമറാൾഡ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6020 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 8GB റാമും 256GB ഇൻറ്റേർണൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. പിന്നെ Android 13 ബേസ് ആയിട്ടുള്ള MagicOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 108 MP മെയിൻ ക്യാമറ സെൻസറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 2 MP ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 MP മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 35 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. Type-C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ജസ്റ്റ് അനൗൺസ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ വിലയും കാര്യങ്ങളൊന്നും അവർ അനൗൺസ് ചെയ്തിട്ടില്ല. വില അടുത്ത് തന്നെ അനൗൺസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല. ഇനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പോൾ ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. എന്തായാലും ഹോണർ X7B 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.